വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2015 നടത്തിയ ആയുർവേദ തെറാപ്പിസ്റ്റ് കേരള PSC പരീക്ഷയുടെ ചോദ്യപേപ്പറുകളും ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1/2015. തസ്തിക ആയുർവേദ തെറാപ്പിസ്റ്റ്. ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ, തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ മലയാളം. ഡേറ്റ് ഓഫ് ടെസ്റ്റ് 1/1/2015. ഒന്നാമത്തെ ചോദ്യം, വാദപ്രധാനമായ ദേശം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജാങ്കലം. രണ്ടാമത്തെ ചോദ്യം, മന്ദം എന്ന ഗുണം ഏതു ദോഷത്തിനാണ് നൽകപ്പെട്ടിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി കഫം. മൂന്നാമത്തെ ചോദ്യം, വിഷമാഗ്നി ഏതു ദോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ വാദം. നാലാമത്തെ ചോദ്യം, കഫദോഷത്തിന്റെ പരമമായ ശമനൌഷധം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി മധു. അഞ്ചാമത്തെ ചോദ്യം, ഉദ്വർത്തനം കൊണ്ടുള്ള ഗുണം എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മേധോ വിലയനം. ആറാമത്തെ ചോദ്യം, എല്ലാ ദിവസവും കണ്ണിൽ എഴുതാൻ ഉപയോഗിക്കുന്ന അഞ്ജനം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സൗവീരാഞ്ജനം. ഏഴാമത്തെ ചോദ്യം, വ്യായാമം കൊണ്ടുള്ള ഗുണം എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ അംഗദൃഢത. എട്ടാമത്തെ ചോദ്യം, ധരിക്കാൻ പാടില്ലാത്ത വേഗങ്ങൾ എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 13. ഒമ്പതാമത്തെ ചോദ്യം, ശബ്ദം സഹിക്കാൻ കഴിയായ്ക ഏത് ധാതുക്ഷയത്തിന്റെ ലക്ഷണമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ രസം. പത്താമത്തെ ചോദ്യം, ഓജസ്സിന്റെ പ്രധാന സ്ഥാനം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഹൃദയം. 11ാമത്തെ ചോദ്യം, ദൃഷ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന പിത്തം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആലോചകം. 12ാമത്തെ ചോദ്യം, പിത്തത്തിന്റെ പ്രധാന സ്ഥാനം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നാഭി. 13ാമത്തെ ചോദ്യം, കഫത്തിന്റെ പ്രധാന ശോധന ചികിത്സ ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വമനം. 14ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ആമാവസ്ഥയിലുള്ള ലക്ഷണം അല്ലാത്തത് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ലഘുത്വം. 15ാമത്തെ ചോദ്യം, അഗ്നിയുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന വാദം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സമാനൻ. 16ാമത്തെ ചോദ്യം, ആധുനിക മതപ്രകാരം മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 206. 17ാമത്തെ ചോദ്യം, അഷ്ടാംഗ ഹൃദയാനുസാരേണ ആദ്യന്തര സ്രോതസ്സുകൾ എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 13. 18ാമത്തെ ചോദ്യം, ശരീരത്തിന്റെ സന്തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സെറിബെല്ലം. 19ാമത്തെ ചോദ്യം, ആയുർവേദ ശാസ്ത്രത്തിൽ ആകെ മർമ്മങ്ങൾ എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 107. 20ാമത്തെ ചോദ്യം, ശരീരത്തിലെ ഏറ്റവും വലിയ രക്തധമനി ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ അയോർട്ട. 21ാമത്തെ ചോദ്യം, ഏറ്റവും അധികം ബലത്തെ നൽകുന്ന രസം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ മധുരം. 22ാമത്തെ ചോദ്യം, സ്തംഭനത്തിന് കാരണമായ ഗുണം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ശീതം. 23ാമത്തെ ചോദ്യം, വിഷബാധയിൽ ഔഷധം ഉപയോഗിക്കേണ്ട കാലം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഇടയ്ക്കിടയ്ക്ക്. 24ാമത്തെ ചോദ്യം, എത്ര വിധമാണ് കഷായ കൽപ്പനകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 5. 25ാമത്തെ ചോദ്യം, ചൂർണത്തിന്റെ ഔഷധമാത്ര എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1 കർഷം. 26ാമത്തെ ചോദ്യം, എത്ര വിധം സ്നേഹങ്ങൾ ചേരുന്നതാണ് ത്രിവൃത്ത് സ്നേഹം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3. 27ാമത്തെ ചോദ്യം, സ്നേഹപാനത്തിന്റെ സമ്യക് യോഗലക്ഷണം എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി എ ബി സി ഇവ മൂന്നും. വാതാനുലോമത, അഗ്നിദീപ്തി, സ്നിഗ്ധമായ മലം. 28ാമത്തെ ചോദ്യം, സദ്യസ്നേഹങ്ങൾ എത്ര വിധം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 7. 29ാമത്തെ ചോദ്യം, അഭ്യംഗം ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി വാദശമനം. 30ാമത്തെ ചോദ്യം, ആഗ്നേയ സ്വേദം എത്ര വിധം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 13. 31ാമത്തെ ചോദ്യം, വമനത്തിന് ഉപയോഗിക്കുന്ന ശ്രേഷ്ഠമായ ഔഷധം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ മലങ്കാരക. 32ാമത്തെ ചോദ്യം, പേയാതിക്രമത്തിന്റെ പ്രധാന
പ്രയോജനം എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ അഗ്നിദീപ്തി. 33-ാമത്തെ ചോദ്യം കൽക്കം ഉപയോഗിച്ച് ചെയ്യുന്ന നസ്യമേത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അവപീഠം. 34-ാമത്തെ ചോദ്യം വിരേചനത്തിന്റെ പ്രവരശുദ്ധിയിൽ എത്ര വേഗങ്ങൾ ഉണ്ടാവണം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 30. 35-ാമത്തെ ചോദ്യം സൂര്യാവർത്ത രോഗത്തിൽ ഏതുതരം നസ്യമാണ് പ്രയോഗിക്കേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബൃംഹണം. 36-ാമത്തെ ചോദ്യം യോഗവസ്തിയിൽ കഷായ വസ്തികളുടെ എണ്ണം എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 3. 37-ാമത്തെ ചോദ്യം ഏത് പ്രായം വരെയുള്ളവർക്ക് നസ്യം പ്രയോഗിക്കാം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 80. 38-ാമത്തെ ചോദ്യം സർവാംഗ വ്യാപകമായ രോഗങ്ങളിൽ പ്രയോഗിക്കേണ്ട രക്തമോഷം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി സ്ഥിരാവ്യധം. 39-ാമത്തെ ചോദ്യം സ്നേഹവസ്തിക്ക് ആവശ്യമായ ദ്രവ്യത്തിന്റെ അളവ് എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കഷായവസ്തി ദ്രവ്യത്തിന്റെ 1/4. 40-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ദ്രവസ്വേദം ഏത്? ശരിയായ ഉത്തരം പരിഷേകം ഓപ്ഷൻ സി. 41-ാമത്തെ ചോദ്യം നസ്യം ശീലിച്ചാലുള്ള ഗുണം എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഇന്ദ്രിയ ദൃഢത. 42-ാമത്തെ ചോദ്യം സാഷ്ടിക പിണ്ഡസ്വേദം ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബൃംഹണം. 13-ാമത്തെ ചോദ്യം യോഗ ചികിത്സയിലെ അഷ്ടാംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദൗതി. 44-ാമത്തെ ചോദ്യം പേയാതിക്രമം നിഷേധിക്കപ്പെട്ടവർക്ക് ഉപദേശിക്കപ്പെട്ട ക്രമം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി തർപ്പണാതിക്രമം. 45-ാമത്തെ ചോദ്യം അനാഗ്നേയ സ്വേദങ്ങൾ എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 10. 16-ാമത്തെ ചോദ്യം പ്രതിമർശ നസ്യത്തിന്റെ ഔഷധമാത്ര എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 2 ബിന്ദു. 47-ാമത്തെ ചോദ്യം സ്നേഹപാനം നിഷേധിച്ചിരിക്കുന്ന രോഗാവസ്ഥ ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഊരുസ്തംഭം. 48-ാമത്തെ ചോദ്യം പരമമായ മനോദോഷ ഔഷധം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആത്മവിജ്ഞാനം. താഴെ പറയുന്നവയിൽ വിഭാഗമല്ലാത്തത് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ലവണം. 50-ാമത്തെ ചോദ്യം കൃച്ഛസ്വാദ്യ രോഗം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ശസ്ത്രസാധനം. 51-ാമത്തെ ചോദ്യം ഇരവികുളം ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഇടുക്കി. 52-ാമത്തെ ചോദ്യം റോസ് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ജയ്പൂർ. 53-ാമത്തെ ചോദ്യം ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒന്ന്, അത് ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബസാൾട്ട് ശില. 54-ാമത്തെ ചോദ്യം സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ CR ദാസ്. 55-ാമത്തെ ചോദ്യം മലബാർ ഹോം റൂൾ ലീഗിന്റെ സെക്രട്ടറി ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി KP കേശവമേനോൻ. 56-ാമത്തെ ചോദ്യം ദ ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ ആത്മകഥയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്. 57-ാമത്തെ ചോദ്യം കബനി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി തൊണ്ടാർമുടിക്കുന്ന്. 58-ാമത്തെ ചോദ്യം കേരളത്തിലെ 1-ാം നിയമസഭയുടെ പ്രോടേം സ്പീക്കർ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി റോസമ്മ പുന്നൂസ്. 59-ാമത്തെ ചോദ്യം തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഫ്രിനോളജി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഫ്രിനോളജി. 60-ാമത്തെ ചോദ്യം ഗാന്ധിജി ഓൾ ഇന്ത്യ ഹരിജൻ സമാജ് എന്ന സംഘടന സ്ഥാപിച്ച വർഷം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1932. 61-ാമത്തെ ചോദ്യം കേരളത്തിൽ നിന്നും ആദ്യമായി സരസ്വതി സമ്മാനം നേടിയതാരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ബാലാമണിയമ്മ. 62-ാമത്തെ ചോദ്യം ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ. 63-ാമത്തെ ചോദ്യം ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ജനീവ. 64-ാമത്തെ ചോദ്യം നെസറ്റ് ഏത് രാജ്യത്തിന്റെ പാർലമെന്റ് ആണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഇസ്രായേൽ. 65-ാമത്തെ ചോദ്യം ഒരു ബില്ല് നിയമമാകണമെങ്കിൽ ആരാണ് അതിൽ ഒപ്പുവെക്കേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി രാഷ്ട്രപതി. 66-ാമത്തെ ചോദ്യം 2012 മികച്ച ദേശീയ ചലച്ചിത്രം ഏതാണ്? ഓപ്ഷൻ എ പാൻ സിംഗ് തോമാർ.
67-ാമത്തെ ചോദ്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് കീഴരിയൂർ ബോംബ് കേസ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. 68-ാമത്തെ ചോദ്യം നൈനിറ്റാൾ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. 69-ാമത്തെ ചോദ്യം നാഷണൽ കെമിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പൂന. 70-ാമത്തെ ചോദ്യം വൈദ്യനാഥൻ കമ്മിറ്റി താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ട് രൂപം കൊടുത്തതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ സഹകരണ മേഖല. 71-ാമത്തെ ചോദ്യം ഏറ്റവും വേഗതയിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബുധൻ. 72-ാമത്തെ ചോദ്യം ഈ വർഷത്തെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രാജ്യക്കാരനാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ചൈന. 73-ാമത്തെ ചോദ്യം സിറിയയുടെ തലസ്ഥാനം ഏത്? ഡമാസ്കസ്. 74-ാമത്തെ ചോദ്യം മനുഷ്യ അവബോധത്തെ സംബന്ധിച്ച ഉപന്യാസം എന്ന വിശ്വപ്രസിദ്ധ കൃതിയുടെ കർത്താവാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ജോൺ ലോക്ക്. 75-ാമത്തെ ചോദ്യം തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിലെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ബാരിസ്റ്റർ ജി.പി. പിള്ള. 76-ാമത്തെ ചോദ്യം കേരള ഹൈക്കോടതിയിലെ 1ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കെ.ടി. കോശി. 77-ാമത്തെ ചോദ്യം ലോകത്തിലെ മികച്ച നോവലായ യുലീസസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി എൻ മൂസക്കുട്ടി. 78-ാമത്തെ ചോദ്യം 2010 നടന്ന 1ാമത് യൂത്ത് ഗെയിംസ് എവിടെ വെച്ചായിരുന്നു നടന്നിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സിംഗപ്പൂർ. 79-ാമത്തെ ചോദ്യം ശ്രീനഗർ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഝലം. 80-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് ഏജൻസിയാണ് വാർഷിക ഡെമോഗ്രാഫിക് ഇയർ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ യുനോ. 81-ാമത്തെ ചോദ്യം കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആലപ്പുഴ. 82-ാമത്തെ ചോദ്യം ക്വാണ്ടം തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി മാക്സ് പ്ലാങ്ക്. 83-ാമത്തെ ചോദ്യം നാസികളെ വധിക്കാൻ ഹിറ്റ്ലർ ഗ്യാസ് ചേംബറിൽ ഉപയോഗിച്ച വാതകമേത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സരിൻ. 84-ാമത്തെ ചോദ്യം പോളിയോയ്ക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചതാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ജോനസ് സാൽക്ക്. 85-ാമത്തെ ചോദ്യം കേരള ഗവർണറായിരുന്ന ഒരാൾ പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി. ആരാണ് അദ്ദേഹം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി വി ഗിരി. 86-ാമത്തെ ചോദ്യം ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഭഗത് സിംഗ്. 87-ാമത്തെ ചോദ്യം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ നായകൻ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി രാജാ റാം മോഹൻ റോയ്. 88-ാമത്തെ ചോദ്യം വിമാനം, മോട്ടോർ ബോട്ട് മുതലായവയുടെ സ്പീഡ് അളക്കുന്ന ഉപകരണം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ടാക്കോമീറ്റർ. 89-ാമത്തെ ചോദ്യം ഒരു കോശം മാത്രമുള്ള ജീവി ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അമീബ. 90-ാമത്തെ ചോദ്യം കേന്ദ്രമന്ത്രിയായ ഏക മലയാളി വനിത ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ലക്ഷ്മി എൻ മേനോൻ. 91-ാമത്തെ ചോദ്യം കാർബണറി എന്ന പ്രസ്ഥാനം ഏത് രാജ്യത്തിന്റെ രൂപീകരണവും ഏകീകരണവുമായി ബന്ധപ്പെട്ടതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഇറ്റലി. 92-ാമത്തെ ചോദ്യം റിബോൺ വെള്ളച്ചാട്ടം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി അമേരിക്ക. 93-ാമത്തെ ചോദ്യം 2011 കനേഷ് കുമാരി അനുസരിച്ച് സാക്ഷരതാ നിരക്കിൽ കേരളത്തിൽ മുന്നിൽ നിൽക്കുന്ന വില്ലേജ് ഏതാണ്? ശരിയായ ഉത്തരം നെടുമുടി വില്ലേജ്. 94-ാമത്തെ ചോദ്യം ഇന്ത്യയുടെ 2ാമത്തെ ഉപഗ്രഹമായ ഭാസ്കര വിക്ഷേപിച്ചത് ഏത് വർഷമാണ്? 1979. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1979. 95-ാമത്തെ ചോദ്യം ത്രികോണമിതി കണ്ടുപിടിച്ചത് ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഹിപ്പാർക്കസ്. 96-ാമത്തെ ചോദ്യം ഏറ്റവും ഘനത്വം കുറഞ്ഞ മൂലകം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഹൈഡ്രജൻ.
97-ാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുടെ കരട് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ ഭീമറാവു അംബേദ്കർ. 98-ാമത്തെ ചോദ്യം ധവളഗിരി പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നേപ്പാൾ. 99-ാമത്തെ ചോദ്യം 1999-ൽ നടൻ മോഹൻലാലിന് മികച്ച ദേശീയ നടനുള്ള അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രം ഏതായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ വാനപ്രസ്ഥം. 100-ാമത്തെ ചോദ്യം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ ഡി. ഇന്നത്തെ ആയുർവേദ തെറാപ്പിസ്റ്റ് പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി. കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ലഭിക്കാൻ studyforsure.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും